ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. അഖിലേന്ത്യാ കിസാൻ സഭ ഉടുമ്പൻചോല മണ്ഡലം സമ്മേളനം കൂട്ടാർ ജോയ് അമ്പാട്ട് നഗറിൽ നടന്നു. സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ ഉടുമ്പൻചോല മണ്ഡലം സമ്മേളനം കൂട്ടാർ ജോയ് അമ്പാട്ട് നഗറിൽ നടന്നു. രാവിലെ പതാക ഉയർത്തലിന് ശേഷം കൂട്ടാർ SCB ഹാളിൽ പ്രതിനിധി സമ്മേളനം നടന്നു. സമ്മേളനം അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. അവസാന ബഡ്ജറ്റിൽ പോലും കർഷകരെ വഞ്ചിച്ചിരിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. രാസവളത്തിന് സബ്സിഡി വെട്ടിക്കുറച്ചു. 80% കർഷകരുള്ള ഏകരാജ്യമായ ഇന്ത്യയിൽ കർഷകർക്ക് വെച്ചിരിക്കുന്ന ഫണ്ട് 3.1% മാത്രമേ ഉള്ളൂ. കർഷക ജനതയെ കേന്ദ്രത്തിന് ഭയമാണെന്നും അദ്ദേഹം ഉദ്ഘാടനത്തിൽ പറഞ്ഞു. ദീർഘകാലത്തെ പ്രശ്നങ്ങൾ, കർഷകരെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. താങ്ങുവില നിയമപ്രകാരം പ്രഖ്യാപിക്കണം, വെറുതെ പ്രഖ്യാപിച്ചപ്പോൾ. നോക്കണേ, അടുത്ത തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, അദ്ദേഹം മിണ്ടുന്നില്ല, അദ്ദേഹം മുദ്രാവാക്യം എടുക്കുന്നില്ല, നടപ്പാക്കാമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സമരം തീരുന്നില്ല. WTOക്കെതിരായിട്ടും IMFനെതിരായും നീണ്ട സമരങ്ങൾ ചെയ്തു. നമ്മൾ വിദേശാധിപത്യത്തിനെതിരെ, വിദേശ മുതലാളിത്തത്തിനെതിരെ സമരം ചെയ്തു. ആ സമരം ഇപ്പോഴും തുടരുന്നുണ്ട്. അതോടൊപ്പം അവരുമായി ചങ്ങാത്തത്തിൽ നിന്നുകൊണ്ട് ആ ഫാസിസ്റ്റ് കൂട്ടുകെട്ടായി മാറിയിരിക്കുന്ന മോഡിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് തനിനിറമെന്നാണ് നമ്മൾ കണ്ടു. വർഗീയ ഫാസിസം, മതേതര ജനാധിപത്യമല്ല, മത അധിഷ്ഠിത ജനാധിപത്യം. കർഷകരെ വഞ്ചിച്ചിരിക്കുകയാണ് ഈ മോഡി ഗവൺമെൻറ്. അവസാനത്തെ ഈ ബഡ്ജറ്റിൽ പോലും ഈ കർഷകരെ പരിപൂർണമായി വഞ്ചിച്ചിരിക്കുക. കർഷകരെ വഞ്ചിക്കുന്നൊരു ഗവൺമെൻറ്റാണ്. രാസവളത്തിന് സബ്സിഡി 13% ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ വെട്ടിക്കുറച്ചു. നിങ്ങൾ അറിയണം. അതുപോലെ നമുക്കറിയാം, നമ്മുടെ രാജ്യം 140 കോടി ജനങ്ങളുണ്ടായിട്ട് കർഷകൻ ജനസംഖ്യയിൽ 2/3 കർഷകരുടെ ജനസംഖ്യ. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു കർഷക രാജ്യം എന്ന് വിളിക്കുന്നത്. ആ കർഷകർക്ക് ഈ ഗവൺമെൻറ് ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചത് ഇത്തവണ വെറും 3.1% മാത്രമാണ്. ഇന്നലെയും മെഞ്ഞാന്നൊക്കെ നിങ്ങൾ പത്രങ്ങളിൽ കണ്ടിരിക്കും. സമ്മേളനത്തിൽ MR രാഘവൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം VK ധനപാൽ, കിസാൻ സഭ ഇടുക്കി ജില്ലാ സെക്രട്ടറി TC കുര്യൻ, സംസ്ഥാന കൗൺസിൽ അംഗം ജോയി വടക്കേടം, CPI ഉടുമ്പൻചോല മണ്ഡലം സെക്രട്ടറി KG ഓമനക്കുട്ടൻ, CK കൃഷ്ണൻകുട്ടി, സുരേഷ് പള്ളിയാടിയിൽ, അജീഷ് മുതുകുന്നേൽ, S ബിജു, ലേഖ ത്യാഗരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിന് KC സോമൻ സ്വാഗതവും MR കരുണാകരൻ നന്ദിയും പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തിൽ കൃഷി നശിച്ചവർക്ക് അടിയന്തരമായി ധനസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം സമ്മേളനം പാസാക്കി. പുതുതായി എടുത്ത 17 അംഗ കമ്മിറ്റിയിൽ നിന്നും പ്രസിഡന്റായി MR രാഘവൻ, സെക്രട്ടറി സിബി എബ്രഹാം, ട്രഷറർ KC സോമൻ എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.